ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാവിലെ സമയം ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം ചെയ്ത കൃപയ്ക്കായി ദൈവത്തിന് നമ്മൾ നന്ദി കരയറ്റാം. നമ്മുടെ അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 5-ാം തിരുവചനം നമുക്കൊന്ന് വായിക്കാം. അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും. ആമേൻ. ദൈവം നല്ല വചനം തന്നിരിക്കയാൽ ദൈവത്തിന് നമുക്ക് നന്ദി കരയറ്റാം. കർത്താവ് തൻ്റെ ഐഹിക ശുശ്രൂഷ വേളയിൽ തൻ്റെ ചുറ്റും കൂടിയ ജനത്തോട് വിളിച്ചു പറഞ്ഞ കാര്യം, അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും. അതിൻ്റെ സാഹചര്യം എന്താണെന്നും അതിൻ്റെ റീസൺ എന്താണെന്നൊക്കെ അതിൻ്റെ തൊട്ട് മുമ്പുള്ള വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുവാൻ സാധിക്കും. നമുക്ക് അങ്ങോട്ട് പോകേണ്ട. ഞാൻ മാനസാന്തരം എന്നൊരു വിഷയത്തെക്കുറിച്ച് മാത്രം അല്പം ഒന്ന് ചിന്തിക്കാനാണ് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, മനുഷ്യനായി ഭൂമിയിൽ ജനിച്ച സകല മനുഷ്യർക്കും മാനസാന്തരം ആവശ്യമാണ്. റോമാലേഖനം 3-ാം അധ്യായം 23-ാം തിരുവചനത്തിലേക്ക് വരുമ്പോൾ അവിടെ നാം വായിക്കുന്നു, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി കഴിഞ്ഞു എന്ന് നമുക്കവിടെ കാണാം. എന്ന് വെച്ചാൽ സകല മനുഷ്യരും പാപിയായി കഴിഞ്ഞു എന്ന് തിരുവചനം നമ്മോട് പറയുമ്പോൾ പാപിയായി സകല മനുഷ്യനും എന്ത് വേണം? ഒരു മാനസാന്തരം വേണം, അതിലൂടെ ഒരു രക്ഷ വേണം. മാനസാന്തരം എന്നുള്ളത് എന്താണ്? നമുക്കറിയാം, ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റിക്കളയുന്നത് ലോകം, ജഡം, പിശാച്, കൺമോഹം, ജഡമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, പാപം എന്നിവയാണ്. ഇതുള്ളിടത്തോളം കാലം നമ്മൾ ദൈവത്തോട് നിരപ്പ് കിട്ടത്തില്ല. നാം ഇതെല്ലാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് നമ്മുടെ ഹൃദയത്തിലൊരു യഥാസ്ഥാനം നമ്മൾ പ്രാപിച്ച് ഒരു പരിച്ഛേദന ഏറ്റെടുത്ത് ഒരു 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 മാനസാന്തരത്തിൻ്റെ അവസ്ഥയിലേക്ക് വരുമ്പോൾ മാത്രമാണ് നമുക്ക് ദൈവത്തോടൊന്ന് അടുക്കുവാൻ സാധിക്കുന്നത്. എന്ന് വെച്ചാൽ പാപിയായ സകല മനുഷ്യനും അന്ധകാരത്തിലും പിശാചിൻ്റെ അധീനതയിലുമാണ്. എന്നാൽ നമ്മൾ മാനസാന്തരപ്പെടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ അന്ധകാരത്തിൽ നിന്നും തൻ്റെ അത്ഭുത പ്രകാശം, അല്ല ക്രിസ്തുവിൻ്റെ അത്ഭുത പ്രകാശത്തിലേക്കുള്ള പ്രവേശനത്തിനുള്ള കവാടമായി തീരുക. അല്ല ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് നമ്മെ വിടുവിച്ചിട്ട് നമ്മൾ സ്നേഹസ്വരൂപമായ യേശു ക്രിസ്തു രാജ്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിൻ്റെ മുന്നോടിയാണ് മാനസാന്തരം എന്നുള്ളത്. കർത്താവ് യേശു ക്രിസ്തുവിന് വഴിയൊരുക്കുവാൻ എന്നവണ്ണം യോഹന്നാൻ സ്നാപകൻ ഭൂമിയിലേക്ക് വന്നു. ഭൂമിയിൽ വന്നിട്ട് മരുഭൂമിയിൽ അല്ലെങ്കിൽ യോർദാനിൻ്റെ കരയിൽ യോഹന്നാൻ വിളിച്ചു പറഞ്ഞ വിഷയം ഇതാ, മാനസാന്തരപ്പെടുവിൻ. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ഐഹിക ശുശ്രൂഷ വേള ആരംഭിക്കുമ്പോൾ തന്നെ മത്തായിയുടെ സുവിശേഷം 4:17, മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 15-ാം വാക്യം, ഇതൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു തുടങ്ങിയത്, കാലം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് കർത്താവ് പ്രസംഗിപ്പാനിടയായി തീർന്നു. അതിനുശേഷം കർത്താവ് തിരഞ്ഞെടുത്തയച്ച 12 ശിഷ്യന്മാരും അവരുടെയും പ്രസംഗ വിഷയം മാനസാന്തരപ്പെടുക എന്നുള്ളതാണ്. അപ്പസ്തോല പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ അവിടെ 120 പേരോടുകൂടി പത്രോസ് എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ച ആദ്യത്തെ വിഷയവും, ആ പെന്തക്കോസ്ത് നാളിൽ പത്രോസ് പ്രസംഗിച്ച ആദ്യത്തെ വിഷയവും മാനസാന്തരപ്പെടണം എന്നുള്ള വിഷയമാണ്. അപ്പസ്തോല പ്രവൃത്തി 26-ാം അധ്യായത്തിലേക്ക് അവിടെ പൗലോസ് യഹൂദന്മാരോടും യവനന്മാരോടും സകലരോടും, ജെറുസലേമിലുള്ള സകലരോടും പ്രസംഗിക്കുന്ന വിഷയം മാനസാന്തരപ്പെടുക. അതിനുശേഷം പറയുന്ന സകല ജാതികളും മാനസാന്തരപ്പെടണമെന്ന് പൗലോസ് അവിടെ പ്രസംഗിക്കാൻ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 2-3 അധ്യായങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ പുതിയ നിയമ ഉടമ്പടി സഭയായിരിക്കുന്ന 7 സഭകളെക്കുറിച്ച് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ആ 7 സഭകളോടും പരിശുദ്ധാത്മാവ് പറയുന്നത്,
7 സഭകളിൽ 5 സഭകളോടും പരിശുദ്ധാത്മാവ് പറഞ്ഞ് നീ മാനസാന്തരപ്പെടണം യഥാസ്ഥാനപ്പെടണമെന്ന് പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ വരുമ്പോൾ അവിടെ എഫെസസ് സഭയോട് പരിശുദ്ധാത്മാവ് പറയുകയാണ്, നിൻ്റെ ആദ്യ സ്നേഹം വിട്ടു കളഞ്ഞു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് എനിക്ക് പറയുവാനുണ്ട്. നീ ഏതിൽ വീണിരിക്കുന്നത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക, അല്ലാഞ്ഞാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാതിരിക്കുകയും ചെയ്താൽ നിൻ്റെ നിലവിളക്ക് ആ നിലയിൽ ഞാൻ നീക്കിക്കളയും. ആരോടാ പറയണേ? പുതിയ നിയമ സഭയോടാണ് പറയണേ. എന്താ പറയണേ? നിൻ്റെ ആദ്യ സ്നേഹം വിട്ടു. എന്ന് വെച്ചാൽ നമുക്കറിയാം, ഇനി ചിലർ കല്യാണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാർ ഭയങ്കര സ്നേഹം, അപ്പവും അടവും പോലെയുള്ള സ്നേഹമാണ്. ഒരു വർഷം കഴിഞ്ഞ് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി കുറച്ച് നാൾ കഴിയുമ്പോൾ ആദ്യത്തെ സ്നേഹമായിട്ട് കുറഞ്ഞു പോകും എന്ന് പറഞ്ഞ പോലെ വിശ്വാസത്തിൽ വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ കർത്താവിലേക്ക് വരുമ്പോൾ നമ്മൾ വചനത്തോടും അല്ല സഭയോടും ഒക്കെ ഭയങ്കര സ്നേഹവും അറ്റാച്ച്മെൻറ്റും ഉപവാസവും പ്രാർത്ഥനയും കോട്ടേജ് മീറ്റിങ്ങിനും ഒക്കെ നമ്മൾ എല്ലാത്തിനും ഭയങ്കര താല്പര്യമാണ്. എന്നാൽ ദൈവം അനുഗ്രഹിച്ച് നന്മയൊക്കെ കിട്ടി അനുഗ്രഹിച്ചൊക്കെ പെട്ട് കുറേ നാൾ കഴിയുമ്പോൾ എന്ത് ചെയ്യുക? ആദ്യത്തെ സ്നേഹമൊന്നും കാണിയല്ല. എന്താ ഇവിടെ കർത്താവ് സഭയോട് പറഞ്ഞു, നിൻ്റെ ആദ്യ സ്നേഹം വിട്ടു കളഞ്ഞു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് എനിക്ക് പറയുവാനുണ്ട്. നീ ഏതിൽ വീണിരിക്കുന്നവർക്ക് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക, അല്ലാഞ്ഞാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാതിരിക്കുകയും ചെയ്ത നിൻ്റെ നിലവിളക്ക് ആ നിലയെ ഞാൻ നീക്കിക്കളയുമെന്ന് പറയുവാനിടയായി തീർന്നു. നമ്മൾ ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായം 7-ാം തിരുവനന്തപുരം അവിടെ കർത്താവായ യേശുക്രിസ്തു പറയുകയാണ്, അങ്ങനെ തന്നെ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെക്കുറിച്ചുള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ അധികം സന്തോഷമുണ്ടാകുമെന്ന് കർത്താവ് പറയാനിടയായി തീർന്നു. നമുക്കറിയാം, വിശ്വാസി വന്ന അനേകർ, അല്ല ദൈവമക്കളെന്ന് അഭിമാനിക്കുന്ന അനേകർ, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെന്ന് പറയപ്പെടുന്ന അനേകർ ഇന്ന് രക്ഷയിലേക്ക് വന്ന് ഇനി നമുക്ക് മാനസാന്തരവും വേണ്ട യഥാസ്ഥാനവും വേണ്ട ഒന്നും വേണ്ട, ഇഷ്ടമുള്ള പോലെ എന്തും ചെയ്ത് നടക്കാമെന്നുള്ള ആറ്റിറ്റ്യൂഡിൽ അതിലാണ് ഇന്ന് നടക്കുന്നത്. എന്നാൽ ഇവിടെ വചനം പറയുക, മാനസാന്തരം കൊണ്ടല്ല ഞങ്ങൾ നീതിമാന്മാരാന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന അനേകരോട് വചനം പറയുക, അങ്ങനെ തന്നെ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ അധികം സന്തോഷമുണ്ടാകുമെന്ന് കർത്താവ് പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഏത് സകല മനുഷ്യൻ മാനസാന്തരം ആവശ്യമുണ്ട് എന്നുള്ള കാര്യം നമുക്കവിടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. ഇന്ന് നമുക്കറിയാം, അനേക മനുഷ്യർ പറയുകയും വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത്, നമ്മൾ ജനിച്ചപ്പം നമ്മുടെ തലയിൽ ദൈവം വരച്ചിട്ടുണ്ട്, അല്ലെ നമ്മുടെ പാരമ്പര്യം അനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ദൈവം ചില തീരുമാനിച്ചിട്ട് ആ തീരുമാനം അനുസരിച്ച് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നടക്കുകയുള്ളൂ എന്നൊക്കെ പറയുന്ന അനേകരെ നമ്മൾ കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ സത്യവേദ പുസ്തകം 66 പുസ്തകം നമ്മൾ പഠിച്ചാൽ അങ്ങനെയുള്ളൊരു ദൈവത്തെ അല്ല നമ്മൾ കാണുവാൻ സാധിക്കുന്നത്. നമ്മുടെ മാനസാന്തരം കണ്ട്, നമ്മുടെ യഥാസ്ഥാനപ്പെട്ട്, നമ്മുടെ അനുതാപം കണ്ട് അനുതപിച്ച്, നമ്മുടെ പ്രാർത്ഥന അഭയാചനയും കേട്ട് നമ്മോട് കരുണ കാണിക്കുന്ന, തൻ്റെ തീരുമാനങ്ങളെ മാറ്റി നമ്മോട് ക്ഷമ കാണിക്കുന്ന, നമ്മെ വിടുവിക്കുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. 1,20,000 പരം വരുന്ന നിനവേലെ ജനത്തെ അവരുടെ അകൃത്യം നിമിത്തം ദൈവം നശിപ്പിക്കാൻ തീരുമാനിച്ചതാണ്. എന്നാൽ അവസാനത്തെ ഒരു കച്ചിത്തുരുമ്പെന്ന പോലെ ദൈവം എന്ത് ചെയ്തു? യോനായെ അവരിലേക്ക് അയച്ചു, നിനവേലേക്ക് അയച്ചു. യോനായ്ക്ക് പോലും വിശ്വാസമില്ലായിരുന്നു ഈ ജനം രക്ഷിക്കപ്പെടുമെന്നും, അല്ലെങ്കിൽ ഈ ജനം മാനസാന്തരപ്പെടുമെന്നും, ഈ ജനം യഥാസ്ഥാനപ്പെടുമെന്നും ഒരു നിശ്ചയവുമില്ല, അല്ല ഒരു പ്രതീക്ഷയുമില്ലാഞ്ഞു. എന്നാൽ യോനയുടെ പ്രസംഗം കേട്ട് നിലവിലെ രാജാവും ജനങ്ങളും മൃഗങ്ങളുൾപ്പെടെ രട്ടുപുതച്ചും ചാരത്തിലിരുന്നും ഉപവാസത്തോടുകൂടി ദൈവത്തോട് നിലവിളിച്ചപ്പോൾ, അല്ലെ അവരുടെ അകൃത്യങ്ങൾ അവരുടെ കരങ്ങളെ വിട്ടുമാറിയപ്പോൾ ദൈവം അവരോട് കരുണ കാണിക്കാനിടയായിത്തീർന്നു. അവിടെ ദുർമാർഗ്ഗങ്ങൾ വിട്ടുമാറിയെന്ന് അവരുടെ പ്രവൃത്തികളാൽ ദൈവം കണ്ടപ്പോൾ ദൈവം അവർക്ക് വരുത്തുമെന്ന് പറഞ്ഞ അനർത്ഥങ്ങളെക്കുറിച്ച് അനുദപിക്കുകയും അത് അവർക്ക് വരുത്തുകയുമില്ല എന്ന് തിരുവചനം നമ്മോട് പറയുന്നുണ്ട്. കാരണം എന്താ? ദൈവം നമ്മൾ മാനസാന്തരപ്പെടുമ്പോൾ, നമ്മൾ യഥാസ്ഥാനപ്പെടുമ്പോൾ, നമ്മൾ അനുദപിക്കുമ്പോൾ ദൈവം നമ്മോട് കരുണ കാണിക്കുന്ന ഒരു ദൈവത്തെ നമ്മൾ സേവിക്കുന്നത്. യോവേൽ പ്രവചന പുസ്തകം 2-ാം അധ്യായം 12 മുതലുള്ള തിരുവചനം വായിക്കുമ്പോൾ അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു:
ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരത്തിലോടും വിലാപത്തോടും കൂടി എങ്കലേക്ക് മടങ്ങി വരുമെന്ന് യഹോവയുടെ അരുളപ്പാട്. വസ്ത്രങ്ങളെയല്ല, ഹൃദയങ്ങളെ തന്നെ കീറി ദൈവത്തിങ്ങളെ തിരിയുവിൻ എന്ന് പ്രവാചകൻ അവിടെ പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. നമുക്കറിയാം, യഹൂദൻ്റെ ഒരു സമ്പ്രദായം എന്തെങ്കിലും സീരിയസായിട്ട് പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവരവരുടെ വസ്ത്രം കീറുക. ആദ്യമൊക്കെ അത് ഒരു യഥാർത്ഥ സംഗതിയായിരുന്നു. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അതൊരു പ്രഹസനമായി മാറി. നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തു ദൈവപുത്രൻ എന്ന് പറഞ്ഞപ്പോൾ മഹാപുരോഹിതൻ്റെ വസ്ത്രം, ഒരിക്കലും മഹാപുരോഹിതന് വസ്ത്രം കീറാൻ പാടില്ലാത്ത ആ മഹാപുരോഹിതൻ സ്ഥാനവസ്ത്രം കീറുന്നതായിട്ട് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നു. കാരണം എന്താ, ഇതൊക്കെ ഒരു പ്രഹസനമായി മാറി. അതുകൊണ്ട് ദൈവം ജനത്തോട് പറയല്ല, യഹൂദയോട് പ്രവാചകനോട് പറയാം, നീ ഇപ്പോഴെങ്കിലും വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ തന്നെ കീറി എങ്കിലേക്ക് മടങ്ങി വരുവിൻ. കാരണം എന്താ, ഞാൻ ദയയും കരുണയും കൃപയും ദീർഘക്ഷമയും ഉള്ളവനാകുന്നു, അനർത്ഥങ്ങളെക്കുറിച്ച് അനുദപിക്കുന്നവനാണെന്ന് പ്രവാചകനോട് ദൈവം പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ 2 പത്രോസിൻ്റെ ലേഖനം 3-ാം അധ്യായം 2 പത്രോസിൻ്റെ ലേഖനം 3-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പം അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വാഗ്ദത്തങ്ങൾ നിറവേറ്റാൻ ദൈവം താമസമെന്ന് അനേകർ പറയുക. നിങ്ങളുടെ കർത്താവിൻ്റെ വാഗ്ദത്തങ്ങളെ കർത്താവ് ഇപ്പം വരുമെന്ന് പറഞ്ഞിട്ട് വരുന്നില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അവിടെ കർത്താവ് അല്ലെങ്കിൽ പത്രോസ് പറയുകയാണ്, കർത്താവ് എന്താ വരാൻ താമസിക്കുന്നത്, അല്ല ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നിവർത്തിക്കാൻ താമസം വരുന്നത് എന്താ, ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ഇച്ഛിച്ച് ദൈവം ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ മുമ്പിൽ ജാതി മത ഭേദ വർഗ്ഗ ലിംഗ വർണ്ണ വ്യത്യാസം എല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്. അവരെല്ലാം മാനസാന്തരപ്പെട്ട് ആ നിത്യദിനം അവകാശമാക്കുവാൻ തക്കവണ്ണം, ആ മാനസാന്തരത്തിൻ്റെ ഫലം കായ്ക്കാൻ തക്കവണ്ണം ആയിത്തീരണം ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നതുകൊണ്ട് ദൈവത്തിൻ്റെ വരവ് ഏറ്റവും താമസിക്കുന്നതെന്ന് വചനം നമ്മോട് പറയുക. നമുക്കറിയാം ലോകത്തിൽ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവാണ്. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നാം വായിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു, ഞാൻ പോയി സ്ഥലമൊരുക്കി ഞാൻ ഇരിക്കാൻ നിങ്ങളെ വീണ്ടും നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളുമെന്ന് കർത്താവ് പറയാനിടയായി തീർന്നു. ഇത് നമ്മുടെ പ്രത്യാശയും, ഇതാണ് നമ്മുടെ കാത്തിരിപ്പ്. അത് തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായം 16 മുതൽ തിരുവചനം വായിക്കുമ്പോൾ അവിടെ നമുക്കിത് കാണുവാൻ സാധിക്കുന്നു. കർത്താവ് തൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദവും ദൈവത്തിൻ്റെ കാവലോടും സ്വർഗ്ഗത്തിൽ ഇറങ്ങിയവരെയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്നവരെ നാം അവരോട് വെച്ച് കർത്താവിനെതിരെ മേഖലയിൽ എടുക്കപ്പെടുമെന്നുള്ള വലിയ പ്രത്യാശയിലാണ് നമ്മളിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് വേണം, നമ്മൾ 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം 19-ാം വാക്കിൽ വായിക്കുന്നു, നിങ്ങൾ ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവേശുവിൽ പ്രത്യാശ വെച്ച എല്ലാ മനുഷ്യരും അരിഷ്ടന്മാരത്രേ. ഇന്ന് അനേക മനുഷ്യരുടെ പ്രത്യാശയും കാത്തിരിപ്പും പ്രതീക്ഷയും ഒക്കെ കർത്താവിലൂടെ നമുക്ക് ഇവിടുത്തെ ചപ്പും ചവറും അല്ല അമേരിക്ക അല്ലെങ്കിൽ പിള്ളേരുടെ പഠിത്തം അല്ലെങ്കിൽ വീട് പണി ഇതൊക്കെ ആയിരിക്കുന്നത്. എന്നാൽ വചനം പറയുക, നിങ്ങൾ ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവേശുവിൽ പ്രത്യാശ വെച്ച എല്ലാ മനുഷ്യരും അരിഷ്ടന്മാരത്രേ. കാരണം എന്താ, നമ്മുടെ പൗരത്വം ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 20-21 വാക്കിലേക്ക് വരുമ്പോൾ അവിടെ നാം വായിക്കുന്നു, നമ്മുടെ പൗരത്വമോ സ്വർഗ്ഗത്തിലാകുന്നു. അവിടെ നിന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവ് വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലം തന്നെ കീഴ്പ്പെടുത്തുന്ന ശക്തിയുള്ള തൻ്റെ വ്യാപാര ശക്തികൾ നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരം അവൻ്റെ മഹത്വമുള്ള ശരീരം അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. അതിനുവേണ്ടി എന്ത് ചെയ്യണം, അവൻ നിർമ്മലനായി തന്നെ നിർമ്മലീകരിക്കണം. അല്ല അവനെ വിശുദ്ധനായി നമ്മൾ തന്നെ വിശുദ്ധീകരിക്കണം. അല്ലെ നമ്മൾ എന്തെങ്കിലും മാനസാന്തരം യഥാസ്ഥാനപ്പെട്ടാൽ അത് കർത്താവിൻ്റെ വരവിൽ നമുക്ക് എടുക്കപ്പെടുവാൻ സാധിക്കത്തുള്ളൂ. നമ്മുടെ കാഴ്ചകളോ നേർച്ചകളോ നമ്മുടെ പുണ്യപ്രവൃത്തികളോ ഒന്നും ദൈവത്തിന് പ്രശ്നമല്ല. നാം ദൈവത്തിൻ്റെ സന്നിധി എങ്ങനെയായിരിക്കുന്നു, അവൻ വിശുദ്ധനായിരിക്കുന്നു, നമ്മൾ വിശുദ്ധനായിരിക്കുന്നോ, നമ്മൾ അത് യഥാസ്ഥാനത്തിലേക്ക് വന്നാൽ മാത്രമേ നമ്മൾ കർത്താവിൻ്റെ വരയിൽ എടുക്കപ്പെടാൻ സാധിക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, കർത്താവ് പറയുന്നത് അല്ലല്ല നിങ്ങൾ മാനസാന്തരപ്പെടാൻ എല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകുമെന്ന് പറയാനിടയായിരുന്നു. അതായത് നമുക്ക് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതിനെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ്, അതായത് മാനസാന്തരം വരാം, അതിനെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് എൻ്റെ വാക്കുകൾ അവസാനിക്കും. ദൈവം മാനിക്കുവാറാകട്ടെ. ആമേൻ.